നീണ്ടകരയിൽ വള്ളം മറിഞ്ഞ് കാണാതായ ഗൗതം കൃഷ്ണന് വേണ്ടി തിരച്ചിൽ തുടങ്ങി. തിരച്ചിൽ സംഘം ഫിഷറീസ് ബോട്ടിൽ പുറപ്പെട്ടു. ഒരു വള്ളത്തിലും സ്പീഡ് ബോട്ടിലുമായി കായൽ ഭാഗത്തും തിരച്ചിൽ തുടങ്ങി. വിവരങ്ങളുമായി മനോജ് ചേരുകയാണ്. മനോജ്, പ്രതീക്ഷകളുടെ മണിക്കൂറുകളാണ്, പ്രത്യാശയുടെ മണിക്കൂറുകളാണ്. ഒരു നാട് മുഴുവൻ പ്രാർത്ഥനയോടെ കാത്തിരിക്കുകയാണ് ഗൗതമിനെ വീണ്ടും കിട്ടാൻ. എങ്ങനെയാണ് ഇപ്പോൾ ഈ തിരച്ചിൽ പുരോഗമിക്കുന്നത്? വിശദാംശങ്ങൾ പങ്കുവയ്ക്കാം മനോജ്. അശ്വതി, നീണ്ടകര ഭാഗത്താണ് കഴിഞ്ഞ, അതായത് ജൂലൈ 31-ാം തീയതി ബോട്ട് അപകടം ഉണ്ടാകുന്നത്. അതായത് ഈ ചെറിയ ബോട്ടാണ് വെള്ളം കടലിലേക്ക് പോയ സമയത്ത് 14 പേരുമായി മത്സ്യബന്ധനത്തിന് പോയതാണ്. ആ സമയത്താണ് ഈ വെള്ളം തിരയിൽപ്പെട്ട് മറിയുന്നത്. ഇന്ന് 8ാമത്തെ ദിവസമായിരിക്കുന്നു. ഈ വെള്ളത്തിൽ പോയ രണ്ടുപേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയിരുന്നു. അതിനുശേഷം ഇനിയുള്ളത് ഗൗതം കൃഷ്ണനാണ്. ഗൗതം കൃഷ്ണൻ 26-കാരനാണ്. ആ 26-കാരനായിട്ടുള്ള ഗൗതം കൃഷ്ണൻ തൻ്റെ ബന്ധുക്കളോടൊപ്പം ഈ വള്ളത്തിൽ കയറി പോയതാണ്, മത്സ്യബന്ധനത്തിന് വേണ്ടിയിട്ട് പോയതാണ്. എന്തായാലും ആ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട്, ആ ഒരു അപകടവുമായി ബന്ധപ്പെട്ട് ഈ നാടാകെ തന്നെ വലിയ വിഷമത്തിലായിരുന്നു. എന്നാൽ ഗൗതം കൃഷ്ണൻ ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അതിൽ കഴിഞ്ഞ ദിവസം ഗൗതമിൻ്റെ അമ്മ ഈ കോസ്റ്റൽ പോലീസ് സ്റ്റേഷനിൽ വലിയ പ്രതിഷേധമുയർത്തിയിരുന്നു. കാരണം 8 ദിവസമായിട്ടും 7 ദിവസം കഴിഞ്ഞിട്ടും തൻ്റെ മകനെ കണ്ടെത്താനായിട്ടില്ല. അതിനു വേണ്ടിയിട്ട് കൃത്യമായിട്ടുള്ള തെരച്ചിൽ നടത്തിയില്ല എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു അമ്മ പ്രതിഷേധം ഉയർത്തിയത്. അതിന് പിന്നാലെ തന്നെ ഈ ഫിഷറീസ് ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ കോസ്റ്റൽ പോലീസും ഒക്കെ ചർച്ച നടത്തിയ ശേഷമാണ് ഇന്ന് വീണ്ടും ഈ മുങ്ങൽ വിദഗ്ധരെ എത്തിച്ചുകൊണ്ട് തിരച്ചിൽ ആരംഭിച്ചിരിക്കുന്നത്. നീണ്ടകര പുലിമുട്ടിന് സമീപത്താണ് ഇപ്പോൾ തിരച്ചിൽ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഫിഷറീസ് വകുപ്പിൻ്റെ തന്നെ ഒരു സ്പീഡ് ബോട്ടിലും അതോടൊപ്പം തന്നെ വള്ളത്തിലുമാണ് ഈ മുങ്ങൽ വിദഗ്ധർ പോയിട്ടുള്ളത്. പ്രാദേശിക മുങ്ങൽ വിദഗ്ധരുമുണ്ട്, വിഴിഞ്ഞത്ത് നിന്നെത്തിയ ആളുകളുമുണ്ട്. അവരാണ് ഈ തെരച്ചിലിന് ഇപ്പോൾ നേതൃത്വം നൽകുന്നത്. നമുക്കറിയാം, കടൽ വലിയ പ്രക്ഷുബ്ധമായിരുന്നു. മുൻപൊക്കെ തെരച്ചിൽ നടത്തിയ സമയത്ത് കാലാവസ്ഥ പ്രതികൂലമായതിനാൽ തന്നെ വേണ്ട വിധത്തിൽ തെരച്ചിൽ നടത്താൻ സാധിച്ചിട്ടില്ല. അതേസമയം തന്നെ ആദ്യം രാജീവൻ എന്ന് പറയുന്ന ആളാണ് മരിച്ചത്. ഈ രാജീവൻ അതിനുശേഷം രാധാകൃഷ്ണൻ്റെ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു. അതോടൊപ്പം തന്നെ പിന്നീടാണ് ഗൗതത്തെയും ഇനി കിട്ടാനുള്ളത്. ഇവർ 3 പേരും ഒരേ കുടുംബത്തിലാണ്. അച്ഛനും മരുമകനും ഒക്കെയാണ് ഈ 3 പേരും. എന്തായാലും ഗൗതമിനെ സംബന്ധിച്ചിടത്തോളം നല്ല വിദ്യാഭ്യാസമൊക്കെ പൂർത്തിയാക്കിയ ശേഷം തൻ്റെ ബന്ധുക്കളോടുകൂടി കടലിലേക്ക് പോയതാണ്. നീന്തൽ അറിയില്ലായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ നീന്തൽ അറിയാവുന്ന ആൾ കൂടെ അന്ന് മരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഈ കടലിൽ അത്രയേറെ അന്ന് പ്രക്ഷുബ്ധമായിരുന്നു. തിരമാലകളിൽപ്പെട്ട് വള്ളം മറിഞ്ഞാണ് പിന്നീട് തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു വള്ളത്തിലാണ് അതിലുണ്ടായിരുന്നവരൊക്കെ പെട്ടെന്ന് കയറി രക്ഷപ്പെട്ടത്. അതേസമയം തന്നെ ഗൗതമിനെ ഇനിയും കിട്ടാത്തത് എന്തുകൊണ്ടാണ് എന്നതാണ് ഉയരുന്ന ചോദ്യം. ഈ ഭാഗത്തൊക്കെ തന്നെ പുലിമുട്ടാണ്. ഇതിന് അകത്തേക്ക് കുടുങ്ങിക്കിടപ്പുണ്ടോ, അല്ലെങ്കിൽ ഈ വള്ളത്തിന് സമീപത്ത് തന്നെ വല ഉണ്ടായിരുന്നു, ഈ വലയിൽ കുടുങ്ങി താഴോട്ട് പോയതാണോ എന്നതൊക്കെ പരിശോധിച്ച് വരികയാണ്. എന്തായാലും ഈ തിരച്ചിൽ ഇന്നിങ്ങനെ തുടരുമ്പോൾ ഒരു വലിയ പ്രതീക്ഷ എന്ന് പറയുന്നത്, ആദ്യ ദിവസങ്ങളിലൊക്കെ തന്നെ വലിയ പ്രതീക്ഷ കുടുംബത്തിന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. തൻ്റെ മകനെ തിരിച്ചു കിട്ടും എന്നുള്ളതായിരുന്നു കുടുംബത്തിൻ്റെ പ്രതീക്ഷ. അതുകൊണ്ട് തന്നെയാണ് അമ്മ 7 ദിവസം കഴിഞ്ഞും ഇന്നലെ കോസ്റ്റൽ പോലീസ് സ്റ്റേഷനിലെത്തി വലിയ പ്രതിഷേധം ഉയർത്തിയത്. തെരച്ചിൽ നടത്തണം, കൃത്യമായ രീതിയിലുള്ള തെരച്ചിലായിരിക്കണം നടത്തേണ്ടതെന്നുള്ള ആവശ്യം ഉയർത്തിയത്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ കൂടുതൽ മുങ്ങൽ വിദഗ്ധരൊക്കെ എത്തിയാണ് ഇവിടെ ഇപ്പോൾ തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കായൽ ഭാഗത്തേക്കും ഈ തെരച്ചിൽ നടക്കുകയാണ്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്ന ബോട്ടുകൾ, ഈ ബോട്ടുകളിലാണ് തിരച്ചിലിനായി ഈ സംഘം പോയിട്ടുള്ളത്. അവർ രാവിലെ മുതൽ തന്നെ തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. ഈ ഭാഗത്താണ് ബോട്ട് നിൽക്കുന്ന ആ ഭാഗത്തൊക്കെയാണ് വെള്ളം മുങ്ങിയത്. പക്ഷേ അവിടെ മാത്രം തിരച്ചിൽ നടത്തിയാൽ പോരാ. ഈ പുലിമുട്ടുള്ള ഭാഗം, അതോടൊപ്പം തന്നെ ഈ കരയുടെ ഭാഗങ്ങളിലൊക്കെ തിരച്ചിൽ നടക്കേണ്ടതുണ്ട്. ആ ഭാഗത്തൊക്കെ തന്നെ ഈ മുങ്ങൽ വിദഗ്ധരെത്തുകയും തുടർന്ന് ആദ്യ ദിനങ്ങളിലൊക്കെ തിരച്ചിൽ നടത്തുകയും ചെയ്തു. പക്ഷേ ഞാൻ സൂചിപ്പിച്ചതുപോലെ കാലാവസ്ഥ അന്നൊക്കെ പ്രതികൂലമായിരുന്നു. അതുകൊണ്ട് തന്നെ പിന്നീടാണ് രാധാകൃഷ്ണൻ്റെ മൃതദേഹം കണ്ടെത്തിയത്. ആദ്യം രാജീവൻ്റെ മൃതദേഹം ഈ മത്സ്യത്തൊഴിലാളികൾ തന്നെ അവിടെ ആശുപത്രിയിലേക്ക് എത്തിക്കുകയായിരുന്നു. എന്തായാലും ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് നമുക്ക് പരിശോധിക്കുകയാണെങ്കിൽ 2 ദിവസത്തിനിടെ 3 തവണയാണ് ഈ ഭാഗത്ത് വെള്ളം മറിഞ്ഞിട്ടുള്ളത്. ഒന്ന് തങ്കശ്ശേരി ഭാഗത്ത്, അവിടെയും മരണം സംഭവിച്ചു. അതിനുശേഷം നീണ്ടകര ഭാഗത്ത് സംഭവിക്കുന്നു. വീണ്ടും തങ്കശ്ശേരി ഭാഗത്ത് ഇത്തരത്തിൽ വെള്ളം മറിയുന്ന സാഹചര്യമുണ്ടായി. ട്രോളിംഗ് നിരോധനമൊക്കെ കഴിഞ്ഞ ശേഷമുള്ള ദിവസങ്ങളാണ്
അതായത് ഈ ജൂലൈ 31 പറയുന്നത് ട്രോളിംഗ് നിരോധനം അവസാനിക്കുന്ന ദിവസമാണ്. അതോടൊപ്പം തന്നെ അതിന് മുമ്പുള്ള ദിവസങ്ങളിലൊക്കെ കടൽ പ്രക്ഷുബ്ധമായിരുന്നു. ഈ സമയത്താണ് ഈ വള്ളം സ്ഥിരമായിട്ട് മറിയുന്നത്. അങ്ങനെ 3 വള്ളങ്ങൾ മറിഞ്ഞ് 3-4 പേര് മരിക്കുന്ന സാഹചര്യമുണ്ടായി. 3-4 മത്സ്യത്തൊഴിലാളികൾ മരിച്ചു. അതിൽ ഒന്ന് കന്യാകുമാരി സ്വദേശിയായിട്ടുള്ള അർജുനാണ്. അതോടൊപ്പം തന്നെ ജോയ്സൺ എന്നുള്ള ഒരു വ്യക്തിയുടെ കാര്യവും നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത്തരത്തിൽ 3 അപകടങ്ങൾ ഉണ്ടാകുന്നു. എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ മത്സ്യത്തൊഴിലാളികൾക്ക് വലിയ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കൃത്യമായിട്ടും ജാഗ്രത പാലിക്കണമെന്നുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ വലിയ തിരമാലകൾ അടിക്കുന്ന ഒരു സ്ഥലമാണ് ഈ പുലിമുട്ടിൻ്റെ ഭാഗമെന്ന് പറയുന്നത്. അത് ഈ പുലിമുട്ട് സ്ഥാപിച്ചിരിക്കുന്നത് തന്നെ കരയിലേക്ക് ഇത്രയധികം ശക്തിയിലേക്ക് തിരമാലകൾ വന്ന് കരയിലേക്ക് മനോജ് വിവരങ്ങൾ വ്യക്തമാണ്. എന്തായാലും ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ജീവനും കയ്യിൽ പിടിച്ചാണ് അവർ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് കടലിലേക്ക് പോകുന്നത്. ഒരു കുടുംബത്തിൽ തന്നെ ഉള്ള ആളുകളാണ് നഷ്ടപ്പെട്ടത് എന്നുള്ളതാണ്. ഒരമ്മ ആ കോസ്റ്റൽ പോലീസ് സ്റ്റേഷനിൽ പോയി സമരം നടത്തേണ്ടി വന്നു. കാണാതായ തൻ്റെ മകനെ കണ്ടെത്തണം, നിങ്ങൾ കടലിൽ അന്വേഷിക്കണമെന്നുള്ള അമ്മയുടെ കരച്ചിൽ. അതോടുകൂടിയാണ് കോസ്റ്റൽ പോലീസ് ഇപ്പോഴെങ്കിലും ഒന്ന് ശക്തമായ തെരച്ചിലിലേക്ക് പോകാൻ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. പ്രസാദ് എന്ന് പറയുന്ന പ്രേക്ഷകൻ പറയുന്നു, ഈ സ്ഥലകാല ബോധം നഷ്ടപ്പെട്ടാൽ അപകടം തുടർക്കഥയാകും. അങ്ങനെയല്ല, കടലിലെ കാര്യം എന്ന് പറയുന്ന ഏത് നിമിഷവും മാറി മാറി വരുന്ന ഉപജീവന മാർഗമാണ് അവരുടേത്. പ്രത്യേകിച്ച് 26 വയസ്സേ ഉള്ളൂ ഗൗതമിന്. എല്ലാ വിദ്യാഭ്യാസവും പൂർത്തിയാക്കിയതിനു ശേഷമാണ് ബന്ധുക്കളോടൊപ്പം കടലിലേക്ക് പോയത്. എന്തായാലും നമുക്ക് ഗൗതമിനെ കണ്ടെത്താൻ കഴിയട്ടെ എന്ന് നമുക്ക് തൽക്കാലം പ്രാർത്ഥിക്കാം.